Welcome to our channel Learn with Sparkops. Hi Mutte. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? തന്നൂലോ. Did you do that? Yes, I did. So, let's see that. Fill in the blanks with A and An. I go to school in dash auto rickshaw. ഞാൻ സ്കൂളിൽ പോകുന്നത് ഒരു ഓട്ടോറിക്ഷയിലാണ്. ഇവിടെ ഒരു എന്ന് സൂചിപ്പിക്കുന്നത് എനെയും ആനിനെയും ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുക? An ഓട്ടോറിക്ഷ. ആൻ ഓട്ടോറിക്ഷ എന്നാണല്ലോ യൂസ് ചെയ്യുക. കാരണം എന്താണ്? ഇവിടെ ഓട്ടോറിക്ഷ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വവൽ സൗണ്ടിലാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആൻ ഓട്ടോറിക്ഷ എന്ന് യൂസ് ചെയ്യാൻ കാരണം. ക്യാൻ യു ഗിവ് മീ ഡാഷ് പീസ് ഓഫ് ചിക്കൻ? നിനക്ക് എനിക്കൊരു പീസ് ചിക്കൻ തരാൻ കഴിയുമോ? ഇവിടെ ഒരു പീസ് ചിക്കൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ എ ആണോ ആൻ ആണോ യൂസ് ചെയ്യുക? എ പീസ് ഓഫ് ചിക്കൻ. എ ആണല്ലോ യൂസ് ചെയ്യുക. അതിന് കാരണം പീസ് ഓഫ് ചിക്കൻ എന്ന വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺസണന്റ് സൗണ്ടിലാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എ ചേർക്കുന്നത്. ഐ ഹാവ് ഡാഷ് ഫ്രണ്ട്. ഹർ നെയിം സ്വാതി. എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്. അവളുടെ പേര് സ്വാതി എന്നാണ്. ഇവിടെ ഒരു ഫ്രണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? എ ഫ്രണ്ട്. എ ആണല്ലേ. അപ്പോൾ നമ്മൾ അവിടെ എ എന്ന് എഴുതുന്നു. അതെന്താണ് എ എന്ന് പറയാൻ കാരണം? ഇവിടെ ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എഫിലാണ്. എഫ് ഒരു കോൺസണന്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ എ ഫ്രണ്ട് എന്ന് വരാൻ കാരണം. ഐ ഹാവ് ഡാഷ് അംബ്രല്ല വിച്ച് ഈസ് റെഡ് ഇൻ കളർ. എനിക്കൊരു റെഡ് നിറത്തിലുള്ള അംബ്രല്ലയുണ്ട്. ഇവിടെ ഒരു അംബ്രല്ല എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്താണ് ചേർക്കുക? ആൻ അംബ്രല്ല. ആൻ ആണല്ലേ. അതെന്താണ് ആൻ വരാൻ കാരണം? ഇവിടെ അംബ്രല്ല എന്നുള്ളത് യുലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. യു എന്താണ്? ഒരു വവൽ സൗണ്ട് ആണല്ലേ. അതുകൊണ്ടാണ് അവിടെ ആൻ വന്നിരിക്കുന്നത്. ഹി സോ ഡാഷ് ഗോസ്റ്റ് ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ രാത്രിയിൽ അവനൊരു പ്രേതത്തെ കണ്ടു. ഇവിടെ ഒരു പ്രേതം എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? എ ഗോസ്റ്റ്. എ ഗോസ്റ്റ് എന്നാണല്ലേ. അതെന്താ അവിടെ എ ഗോസ്റ്റ്? കാരണം ജി എന്താണ്? കോൺസണന്റ് സൗണ്ട് ആണ്. അപ്പൊ കോൺസണന്റ് സൗണ്ട് വരുമ്പോൾ നമ്മൾ അവിടെ എ ആണ് യൂസ് ചെയ്യുക. ഉഷ ഈസ് ഡാഷ് ഫാസ്റ്റ് റണ്ണർ. ഉഷ ഒരു വേഗതയേറിയ ഓട്ടക്കാരിയാണ്. ഇവിടെ ഒരു സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? എ ഫാസ്റ്റ്. ഈ ഫാസ്റ്റ് അല്ലേ. എ വരാൻ കാരണം അവിടെ എഫ് ഒരു കോൺസണന്റ് ആയതുകൊണ്ടാണ്. ഡിഡ് യു ബ്രിങ് ഡാഷ് കോട്ട്? നീ ഒരു കോട്ട് കൊണ്ടുവന്നുവോ? അപ്പൊ ഇവിടെ ഒരു കോട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താ യൂസ് ചെയ്യുക? എ കോട്ട്. എ ആണ് കാരണം അവിടെ സി കോൺസണന്റ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഹാരി ഈസ് ഡാഷ് ഓണസ്റ്റ് ബോയ്. ഓണസ്റ്റിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്നാലും ഞാൻ ക്ലാസ്സിൽ പറയാം. ഇവിടെ എച്ച് കോൺസണന്റ് ലെറ്റർ ആണെങ്കിലും നമ്മളിവിടെ വായിക്കുന്നത് വവൽ സൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻ ആണ് വരാ. അതല്ലാതെ ഒരിക്കലും എ എഴുതരുത്. കാരണം എച്ച് ഇവിടെ സൈലന്റ് ആണ്. ഗീത ലവ്സ് എ ഡാഷ് അപ്പാർട്ട്മെന്റ്. ഗീത ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ എ ആണ് വന്നിരിക്കുന്നത്. നമ്മളവിടെ ആൻ ആണ് ചേർക്കുക. റൂബി ഈസ് ഡാഷ് ബ്രേവ് ചൈൽഡ്. റൂബി ഒരു ധീരയായ കുട്ടിയാണ്. ഇവിടെ ബ്രേവ് എന്നുള്ളത് കോൺസണന്റ് ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യും? അവിടെ നമ്മൾ എ ആണ് യൂസ് ചെയ്യുക. ഇറ്റ് വിൽ ടേക്ക് us dash hour to reach ജയ്പൂർ. നമുക്ക് ഇനിയും ഒരു മണിക്കൂർ കൂടി എടുക്കും ജയ്പൂരിൽ എത്താനായിട്ട്. അപ്പം അവിടെ എന്താണ്? അവർ തന്നെയാണ്. അപ്പം അവർ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻ ആണ് വരാന്നുള്ളത്. അപ്പം നമ്മളവിടെ ആൻ ആണ് എഴുതേണ്ടത്. കാരണം വെച്ച് ഇവിടെ സൈലന്റ് ആണ്. ദോ ഡാഷ് യൂറോപ്യൻ ബൈ ബർത്ത് ജെ ഓൾവേസ് കൺസിഡേഴ്സ് ഹിംസെൽഫ് ഇന്ത്യൻ. അവൻ ജനിച്ചത് യൂറോപ്യൻ ആയിട്ടാണെങ്കിലും ജെ എപ്പോഴും അവനൊരു തന്നെ ഇന്ത്യൻ ആയിട്ടാണ് കണക്കാക്കുക. ഇവിടെ യൂറോപ്യൻ ഇയിലാണ് തുടങ്ങുന്നത്. അപ്പം ഈ എന്താണ് നമ്മൾ പഠിച്ചായിരുന്നു? ഈ ഒരു വവ്വലാണെന്ന്. പക്ഷെ അവിടെ വവ്വൽ ലെറ്ററിലാണോ തുടങ്ങുന്നതെങ്കിലും നമ്മളവിടെ വൈ യു, അതായത് യു എന്ന കോൺസണന്റ് സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളവിടെ എന്ത് ചേർക്കുക? എ ആണ് കേട്ടോ ചേർക്കുക. ഓക്കെ. മൈ എയിം ഈസ് ടു ബിക്കം ഡാഷ് എഞ്ചിനീയർ. എൻ്റെ അംബിഷൻ ഒരു എഞ്ചിനീയർ ആവാനായിട്ടാണ്. അപ്പോൾ ഒരു എന്നാൽ ചേർക്കുന്നത് ഇവിടെ ഇ ആണ് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചേർക്കും? ആൻ ആണ് ചേർക്കുക.
He considered himself dash alien in the television industry. ടെലിവിഷൻ വ്യവസായത്തിൽ അദ്ദേഹം സ്വയം ഒരു അന്യഗ്രഹ ജീവിയായി തന്നെ കണക്കാക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഏലിയൻ ആണ് വന്നിരിക്കുന്നത്, എ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മളവിടെ ആൻ ആണ് ചേർക്കുക. അപ്പോൾ നോക്കി, ഇൻ ദ സെന്റൻസ് an alien is used figuratively to mean someone who feels out of place or unusual in the industry. ഈ സെന്റൻസിൽ ഒരു അന്യഗ്രഹ ജീവി എന്നത് വ്യവസായത്തിൽ സ്ഥാനമില്ലായ്മയോ അല്ലെങ്കിൽ അസാധാരണത്വമോ ആയി തോന്നുന്ന ഒരാളെ അർത്ഥമാക്കാൻ ആലങ്കാരികമായി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. അതല്ലാതെ ഇവിടെ ഏലിയൻ എന്ന് അല്ലാട്ടോ നമ്മൾ മീനിങ് പറയുക. ഞങ്ങൾ ഒരു ഫിലിം കാണാൻ പോവുകയാണ്. ഇവിടെ ഒരു ഫിലിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫ് ഇവിടെ കോൺസണന്റ് ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടെ എന്ത് എഴുതും? എ എന്നാണ് എഴുതാം. ഹമീദ്സ് ഫാദർ ഈസ് ഡാഷ് ടീച്ചർ. ഹമീദിൻ്റെ അച്ഛൻ ഒരു ടീച്ചറാണ്. അപ്പോൾ ഇവിടെ ടീച്ചർ ടീയിലാണ് തുടങ്ങുന്നത്, ടി കോൺസണന്റ് ആണ്. അപ്പോൾ ഇവിടെ എ എന്നാണ് വരിക. ഹാവ് യു സീൻ എ പിക്ചർ ഓഫ് ഡാഷ് യൂണിക്കോൺ? നിങ്ങളൊരു യൂണിക്കോണിൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഒരു യൂണിക്കോൺ എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ യു എന്നുള്ളത് വവൽ സൗണ്ട് ആണെങ്കിലും നമ്മൾ അവിടെ ആൻ യൂസ് ചെയ്യില്ല, പകരം നമ്മുടെ യു, അതായത് യു എന്ന കോൺസണന്റ് സൗണ്ടോട് കൂടിയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ എ തന്നെയാണ് യൂസ് ചെയ്യുക. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. റൂത്ത് ബോട്ട് ഡാഷ് അംബ്രല്ല യെസ്റ്റർഡേ. ഇന്നലെ റൂത്ത് ഒരു അംബ്രല്ല വാങ്ങി. ഇവിടെ ഒരു എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യു എന്താണ്? വവൽ സൗണ്ട് ആണ്. സോ നമ്മളിവിടെ ആൻ എന്നാണ് എഴുതാം. ഡാഷ് ഓസ്ട്രിച്ച് ലേസ് എബൌട്ട് 8 eggs at a time. ഒരു ഒട്ടക പക്ഷി ഒരു സമയം ഏകദേശം 8 മുട്ട ഇടുന്നു. ഇവിടെ ഒരു ഓസ്ട്രിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓസ്ട്രിച്ചിലെ ഓ വവലാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതും? ആൻ എന്നാണ് എഴുതാം. വിൽ യു ഹാവ് ഡാഷ് ഓംലെറ്റ്? നിങ്ങൾ ഒരു ഓംലെറ്റ് കഴിക്കാമോ? ഇവിടെ ഓ എന്താണ്? ഒരു വവലാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതും? നമ്മളിവിടെ ആൻ എന്നാണ് എഴുതാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഈ ക്ലാസ്സിൽ. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, ഇവിടെ യൂണിക്കോണിൽ നമ്മൾ പറഞ്ഞ യു, അതായത് യു എന്ന കോൺസണന്റ് സൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ എ ആണ് വരിക. പക്ഷെ ഇവിടെ അടുത്ത സെന്റൻസിൽ അംബ്രല്ല എന്താണ്? ആ സൗണ്ടാണ് തുടങ്ങുന്നത്. ആ എന്നുള്ളതൊരു വവൽ സൗണ്ടാണ്, അതുകൊണ്ടാണ് അവിടെ ആൻ വന്നത്. അപ്പോൾ നിങ്ങളത് മാറിപ്പോവരുത്. ഇവിടെ കോൺസണന്റ് സൗണ്ട് വന്നതുകൊണ്ട് എ ഉപയോഗിച്ചു, ഇവിടെ വവൽ സൗണ്ട് വന്നതുകൊണ്ട് ആനും ഉപയോഗിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ ക്ലാസ്സിൽ. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കാണാം. അപ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ, സി യു.